എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വറുത്ത കപ്പലിന്റെയാണ്. അച്ചാച്ചൻ ജോലിക്കായപ്പം കാണിച്ചോണ്ടാണ്. ഒത്തിരി ദിവസം കൊണ്ട് ജോലി ഇല്ലായിരിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് തൊട്ട് ജോലിയുണ്ട്. അന്നേരം കപ്പലിന്റെയും പാലും മേടിച്ചോണ്ട് വന്നു. പിന്നെ ഇത് പൊന്നപ്പനും ഓമനമ്മയ്ക്കുള്ള എടുത്തു വെച്ചേക്കും. ഇവിടെ പിന്നെ ചായ ഇടാൻ ഇവിടെ അടുത്തേ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ചുമന്ന ഓമനയമാണ് വെട്ടിക്കൊണ്ടിരിക്കുക. പൊന്നപ്പന് ചുമന്നവന് ഇഷ്ടമാണോ? വറുത്താ തിന്നല്ലാതെ ഓമനയമ്മ മീൻ കണ്ടിച്ചോണ്ടിരിക്കുന്നു. ഇനി ഞങ്ങള് ഇതിന് വേണ്ട സാധനം മേടിച്ചോണ്ട് വരണം. തേങ്ങായും വെളിച്ചെണ്ണയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതിന് മേടിക്കാൻ പോകണം. ചായയും കപ്പലിന്റെയും കഴിച്ചിട്ട് ഞങ്ങൾ മേടിക്കാൻ പോകും. ചായ നന്നായിട്ട് തിളക്കണം, അന്നേരം അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അമ്മയുടെ മീൻ കണ്ടിച്ചോണ്ടിരിക്കുവാണ്. ഞങ്ങൾ ഇപ്പൊ ചായയും കപ്പലിന്റെയും ഒക്കെ കഴിക്കും. എന്നിട്ട് പകല് ഞങ്ങള് വെളിയിൽ വെച്ചാ പാചകം ചെയ്യുന്നത്. ഇപ്പൊ രാത്രി ആയതുകൊണ്ടാ ഇവിടെ പാചകം ചെയ്യുന്നത്. ഒരാൾ കമന്റ് ചോദിച്ചായിരുന്നു, ഇതാണോ നിങ്ങളുടെ അടുക്കള, നിങ്ങൾക്ക് അടുക്കള ഇല്ലേന്ന് ചോദിച്ചു. വെളിയിൽ വെച്ച് പാചകം ചെയ്തപ്പോ അന്നേരം ഒരു ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുത്തു. ഇതാ ഞങ്ങൾക്ക് അടുക്കള, ഇതാ ഞങ്ങളുടെ അടുക്കള എന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. നമുക്ക് കുറച്ച് ഓപ്പൺ കിച്ചൺ. ഇത് വെളിയിലാകുമ്പോ ഞങ്ങൾക്ക് നല്ല, ഇനി അതിന്റെ കൂരയൊക്കെ പണിയാനുണ്ട്. കൂര പണിയാൻ വേണ്ടി കുറച്ച് കമ്പൊക്കെ ഞങ്ങൾ നാളെ കൊടുത്തിട്ട് ഇതുവരെ പണിഞ്ഞില്ല. അവിടെ ആണെങ്കി ഈ കച്ചിയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അവിടെ നല്ല രസമായിരിക്കും. ഇനി അണ്ണൻ ജോലിക്ക് വേണ്ടി ഇന്ന് ചായയും കപ്പലിന്റെയും കൊണ്ടുവന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഉച്ചയ്ക്ക് അണ്ണൻ ഉണ്ടാൻ വന്നപ്പോഴാണെങ്കിൽ പൊന്നപ്പൻ പറഞ്ഞു, അച്ചാച്ചാ പാപ്പം കൊണ്ടുവരണേ എന്ന് പറയും. എന്നിട്ട് നോക്കിയിരിക്കും അണ്ണൻ വരുന്നത്. വൈകുന്നേരം ആവത്തിരുന്ന് അച്ചാച്ചൻ വരാത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചാച്ചൻ വരും. അന്നേരം ഞാൻ ഓടി ചെന്ന് വണ്ടിയുടെ മറ്റേ ഈ കവറൊക്കെ തൂക്കിയിടുന്ന സൈഡില് ഹാൻഡില് നോക്കും വെള്ളം ഉണ്ടോന്ന്. മീനും ഒക്കെ കൊണ്ടുവരുമ്പോ മീനൊക്കെ കൊട്ടിയിട്ട് സത്യം ഒത്തിരി ദിവസമായി. അന്നെ ജോലി ഉണ്ടെങ്കിൽ ഞങ്ങക്ക് പിന്നെ മീനും എല്ലാം നല്ല ഒന്നും കുഴപ്പമില്ല. പണിയില്ലെങ്കിൽ ഭയങ്കര വിഷമോ. നമ്മുടെ ചായ ഒഴിച്ച് അരിച്ചെടുക്കുക. ഇത് എനിക്കും അണ്ണനും കൂടെ ഉള്ള ചായയാ. പൊന്നപ്പനും ഓമനമ്മയ്ക്കും പാലും വെള്ളമായിട്ട് എടുത്ത്. ഓമനമ്മയ്ക്ക് രാത്രി ചായ കുടിച്ച ഉറക്കം വരത്തില്ലെന്ന്, അതുകൊണ്ട് ഓമനമ്മ പാലും വെള്ളമാക്കി. പൊന്നപ്പന് ചായ അത്ര മധുരമില്ലാത്ത പാലും വെള്ളം ഇഷ്ടം. പൊന്നപ്പന് പായസം ഒന്നും വേണ്ട. പായസമൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് പായസമൊക്കെ കൊടുത്താ ഭയങ്കര മടിയാ കുടിക്കുക. ഇച്ചിരി കാണാൻ കുടിക്കും. മോനെ ആ ഗ്ലാസ് എടുക്കടാ അവിടുന്ന് ആ തട്ടേന്ന്. ഇപ്പൊ ഒരെണ്ണം അച്ചാച്ചന് കൊടുക്കാൻ എടുത്താ മതി. ഇയാൾക്ക് പാലും വെള്ളം ഒഴിക്കാനുള്ളത്. അമ്മയ്ക്കും അച്ചാച്ചനും ചായ ആയതുകൊണ്ട് ഒരേ കൂട്ടത്തെ ഗ്ലാസ്, എനിക്കും അമ്മയ്ക്കും പാലായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരേ കൂട്ടത്തെ ഗ്ലാസ്. അതാ ഞാൻ നോക്കിയത്, ഒരേ കൂട്ടത്തെയാണ്. അപ്പം അമ്മയുടെ അച്ചാച്ചന് ഇനി പാലും വെള്ളം ഒഴിക്കണം. ഈ പാലും വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. അരിക്കണ്ട, ഗ്ലാസ് ഇല്ല. പഞ്ചസാരയൊക്കെ മേടിക്കണം. പഞ്ചസാര ഇല്ല. പഞ്ചസാര തീർന്നു. റേഷൻ കടയിലുണ്ട്. റേഷൻ കടയിൽ മേടിക്കണം നാളെ. എനിക്ക് ശകലം മധുരം വരുന്നു. അമ്മയ്ക്ക് മധുരം എന്തോടെ എന്റെ പാടാ. പൊന്നപ്പന് പാട. അമ്മ ദാണ്ട ഇവിടെ വെച്ചിരുന്നാ മതി. അമ്മ മീൻ വെച്ചു. അതുകൊണ്ട് പൊന്നപ്പന് ഈ കഞ്ഞിവെള്ളത്തിന്റെ പാട ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഓമനമ്മയുടെ ഇവിടോട്ട് വെച്ചേക്കാം. അമ്മയുടെ ഞാൻ അവിടോട്ട് വെച്ച് ഇങ്ങോട്ട് തരുമോ? ഓമനമ്മയുടെ പാല് 4 പേർക്കുള്ള നല്ല വറുത്ത കപ്പലിന്റെയും ചായയും പാലും വെള്ളം. അതെ, പാലും വെള്ളം.
വാ പൊന്നുസേ, വാ വാ. ഇത് ഇത് ഏതാ പൊന്നപ്പന്റെ? ഏതായാലും ഓമനമ്മയുടെ, ചൂടുണ്ടോ? ഇത് അണ്ണന്റെ, ഇതെന്റെ. നല്ല അടിപൊളി വറുത്ത കപ്പലണ്ടി ചായയും കൂടെ നല്ല രുചിയാ. സൂപ്പറാ. നല്ല ചൂട് ചായയും വറുത്ത കപ്പലണ്ടി നല്ല ടേസ്റ്റ്. പാലും കപ്പലണ്ടി അടിപൊളിയാ. അതുകൊണ്ട് തന്നെ പൊന്നപ്പം തിന്നുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ കപ്പലണ്ടി ഇങ്ങനെ തൊലി ഇളക്കും, തൊലി ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ഇടും, ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കുവോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ ചവയ്ക്കാൻ ഇച്ചിരി പാടാ, പല്ലിളകാറായിരിക്കുക. വേദനയാണ് എനിക്ക് കപ്പലണ്ടി കഴിക്കാൻ. പൊന്നപ്പം പല്ലുവേദന കാരണം ഇന്ന് സ്കൂളിൽ പോയില്ല. അടിപൊളി. ഞങ്ങക്ക് ഇത് കുടിച്ചിട്ട് കപ്പലണ്ടി കഴിച്ച് ചായയും കുടിച്ചിട്ട് നമുക്ക് കടയിൽ പോയി തേങ്ങായും വെളിച്ചെണ്ണയും കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം മേടിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകും. ഇന്നലെ ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു, ഇന്നലെ റാസയായിരുന്നു. ഒന്ന് പള്ളിയിൽ പോണം. ഇന്ന് അവിടെ ബൈബിൾ നാടകമുണ്ട്, അപ്പൊ അതൊക്കെ കണ്ടിട്ട്. എനിക്ക് പല്ലിന് വേദനയാണേലും ഞാൻ ഇന്നലെ രാത്രിയിലാണ് പൊന്നപ്പന് പള്ളി പോണെന്ന് പറഞ്ഞ് അവിടെ ആണെങ്കിൽ ബാൻഡ്മേളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോ അവിടെ നല്ല അടിപൊളി ബാൻഡ്മേളവും അതിനനുസരിച്ച് ലേസർ ലൈറ്റ് ഇങ്ങനെ ആ പള്ളിയിലോട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു. ഞാൻ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ആ വീഡിയോ ഇതിലൂടെ കാണും, എല്ലാരും കാണണം. നല്ല രസം. ആ പിന്നെ ബാൻഡ്മേളം കേൾക്കാൻ നല്ല നല്ല ഏത് പാട്ടോ? ഒരു തമിഴ് പാട്ടോ ഒക്കെ കണ്ണും പിന്നെ മുക്കാലം മുക്കാപ്പുല്ല അതൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അതെല്ലാം ഇങ്ങനെ ആ ലൈറ്റ് കത്തുന്നത് നല്ല ഭംഗിയാണ്.
നാളെ എന്താ യൂട്യൂബിനകത്ത് ഇടാനുള്ള പരിപാടിയാണ്. നിങ്ങളതിനകത്ത് വരരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.